ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണല്ലേ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അത് നമ്മൾ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതിപ്പോൾ ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇതിനകത്ത് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീം കളറായിട്ട് നമ്മുടെ ഈ ഒരു മിൽക്ക് മാറും. നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ വാങ്ങുന്ന മേടിൻ്റെ അതേ ഒരു കളറിലേക്ക് ഇത് മാറുന്നത് കാണാൻ പറ്റും നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു എഫോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ലൊരു മിൽക്ക് മെയ്ഡ്, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. പാലും പഞ്ചസാരയും വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇപ്പോൾ ഇതിനകത്തേക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡ് തയ്യാറായി വരുമ്പോൾ നമുക്കിതിൻ്റെ നേരെ പകുതി, ഒരു 1/2 ലിറ്റർ പാലാവുന്നത് വരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ പിടിക്കാതെയും അതുപോലെ തന്നെ പതഞ്ഞ് പാല് പുറത്തേക്ക് പോവാതെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണാം നല്ലൊരു ക്രീം കളറായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാല്. നല്ലൊരു ക്രീം കളർ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ലൂസായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പാലിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ട് വരണം. എന്നാൽ നല്ല തിക്കാവൊന്നും വേണ്ട. നല്ല തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതും ഹൈ ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ കട്ടയാവാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. നമ്മുടെ ഈ ഒരു പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ അത് പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ നല്ലൊരു കളറ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി, നമ്മൾ ഒഴിച്ചു കൊടുത്ത പാൽ ഏകദേശം പകുതി ആയിട്ടുണ്ട്. അപ്പം നല്ല തിളയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ അതാവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നല്ലൊരു കട്ടിയായി വരുന്നതാ, കണ്ടില്ലേ? ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ഒറിജിനൽ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. അപ്പം നമ്മളിങ്ങനെ വരഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾ പൈസ കൊടുത്ത് പുറമേ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു പാത്രത്തിലിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു തന്നെ ആയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.